നമസ്കാരം. യദു എന്ന തിരുവനന്തപുരംകാരനായ എംപാനൽ KSRTC ഡ്രൈവറുടെ വിദ്യാഭ്യാസം എത്രയെന്ന് നമുക്ക് ആർക്കും തന്നെ നിശ്ചയമില്ല. അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തെക്കുറിച്ചോ തൊഴിൽ പരിചയത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നും അധികം വാർത്തകൾ ഒരിടത്തും കേട്ടില്ല. സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ സ്വാഭാവികമായ വികാരങ്ങൾ അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു സാധാരണ ഡ്രൈവർ. അതുകൊണ്ട് തന്നെ റോഡിൽ അത്യാവശ്യം അഭ്യാസമൊക്കെ കാട്ടുന്നുണ്ട് എന്നത് വാസ്തവമാണ്. KSRTC പോലൊരു ബസ്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ്, അതും നല്ല ലാഭത്തിലോടുന്ന ഒരു റൂട്ട് ഉറപ്പിച്ച് ഏൽപ്പിക്കണമെങ്കിൽ അങ്ങനെ മിടുക്കന്മാർക്ക് മാത്രമേ അതിനവസരം കിട്ടൂ. അവർ മാത്രമേ കൃത്യമായി ഓടിച്ച് കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കൂ. വഴിയിൽ ഇങ്ങനെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. നിയമം തടസ്സമുണ്ടാക്കുന്നവർക്കൊപ്പമാവും. പക്ഷേ KSRTC മാനേജ്മെൻറ്റ് ജീവനക്കാർക്കൊപ്പം നിൽക്കും. കാരണം അല്പം നിയമമൊക്കെ ലംഘിച്ച് അതിവേഗം പാഞ്ഞാൽ മാത്രമേ KSRTCക്ക് സർവീസ് ലാഭകരമായി പൂർത്തിയാക്കാൻ കഴിയൂ. എന്നാൽ എതിർഭാഗത്ത് വരുന്നത് KSRTCയെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള കരുത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ കളം മാറും. അതാണ് ഇവിടെ സംഭവിച്ചത്. തിരുവനന്തപുരം മേയറും ഭർത്താവായ CPM MLAയും മറ്റു കുടുംബാംഗങ്ങളും എതിർഭാഗത്ത് വന്നു. സ്വാഭാവികമായും സാധുവായ ആ KSRTC ഡ്രൈവർ പൂർണ്ണമായും തോറ്റടിയേണ്ടതാണ്. അദ്ദേഹത്തിന് നല്ല ചുറുചുറുക്കുള്ള ഒരു നാവുണ്ട് എന്നല്ലാതെ രാഷ്ട്രീയ പിന്തുണയോ സാമ്പത്തിക പിന്തുണയോ നിയമപരമായ പിന്തുണയോ ഒന്നുമില്ല. എന്നിട്ടും തൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ നിലപാടിൽ തുടരുകയും താൻ എടുത്ത നിലപാടിൽ നിന്ന് ഒട്ടും മാറാതിരിക്കുകയും ചെയ്തു. സാധാരണഗതിക്ക് ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ ജനവികാരം KSRTCക്ക് എതിരാവേണ്ടതാണ്. എന്നാൽ ജനങ്ങൾ CPMകാരടക്കം ഒരുമിച്ച് ഏകമനസ്സോടെ മേയറെ തള്ളിപ്പറഞ്ഞു. അതിൻ്റെ കാരണം മേയറുടെ അഹങ്കാരം തന്നെയാണ്. ഈ വിഷയത്തിൽ മേയർ കാട്ടിയ അഹങ്കാരം മാത്രമല്ല, 21ാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവി അലങ്കരിച്ച അന്നു മുതൽ കാട്ടിക്കൂട്ടിയ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ തുടർച്ചയായതുകൊണ്ട് ജനങ്ങൾ നന്നേ വെറുത്തു തുടങ്ങിയിരുന്നു. തിരുവനന്തപുരംകാർക്ക് ഈ മേയറെ കണ്ണിൽ കണ്ടുകൂടാത്ത അവസ്ഥ നേരത്തെ ഉണ്ടായതാണ്. സമാധാനത്തോടെ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ അടുപ്പുകല്ലിൽ പോലും അഴിമതി കാട്ടിയ, എല്ലാ നിയമനങ്ങളും പാർട്ടിക്കാർക്ക് എഴുതി കൊടുക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ മേയറുടെ ലെറ്റർ ഹെഡിൽ എഴുതി ആവശ്യപ്പെട്ട മുതിർന്ന പൊതുപ്രവർത്തകരോട് പോലും മര്യാദ ലെവലേശം കാട്ടാത്ത മേയർ എന്തെങ്കിലും പണി വാങ്ങിക്കൂട്ടുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. CPMലെ തന്നെ നേതാക്കൾക്കാർക്കും മേയർ ആര്യ രാജേന്ദ്രനോട് കാര്യമായ താല്പര്യമില്ല. നിരവധി സീനിയർ നേതാക്കൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിച്ചു വന്നിട്ടും പല വനിതാ നേതാക്കളും മേയറാക്കപ്പെടും എന്ന് കണക്കാക്കപ്പെട്ടിട്ടും 21കാരിയായ ആര്യ രാജേന്ദ്രനെ ചില പ്രത്യേക താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് മേയറാക്കിയത്. അന്നു മുതൽ അതിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും അവർ തുടരുന്നു. പാർട്ടിയിൽ അവരുടെ ഗ്രിപ്പ് കൂടിയതേ ഉള്ളൂ. പ്രത്യേകിച്ച് പാർട്ടിയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ MLAയുടെ ഭാര്യയായതോടെ അഹങ്കാരത്തിന് അതിരില്ലാതായി. ആ അഹങ്കാരത്തിനെതിരെയാണ് യദു എന്ന ഒരു ഡ്രൈവർ ഒറ്റയാൻ പോരാട്ടം നടത്തി പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. മേയറും MLAയും പോലീസും സർക്കാരും KSRTCയും പാർട്ടി സംവിധാനങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് യദുവിനെതിരെ ജാമ്യമെടുക്കാൻ കഴിയുന്ന 1-2 വകുപ്പുകൾ ഉൾപ്പെട്ട സാധാരണ കേസ് മാത്രമാണ് ചാർജ് ചെയ്തത്. യദുവിൻ്റെ പരാതിയിൽ ഒരു പെറ്റി കേസ് പോലും എടുക്കാൻ മടിച്ച പോലീസിന് ഒടുവിൽ പണി കിട്ടും എന്ന് കരുതിയപ്പോൾ ഒരു അഭിഭാഷകനെ കൊണ്ട് ജാമ്യമുള്ള വകുപ്പുകൾ ചാർത്തി കേസെടുത്ത് അട്ടിമറിക്കാൻ ശ്രമിച്ച സംവിധാനത്തിന് ഒടുവിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ വരെ ചാർത്തി കേസെടുക്കേണ്ടി വന്നു. ആര്യ രാജേന്ദ്രനെതിരെ പോലീസ് സമർപ്പിച്ചിരിക്കുന്ന FIRൽ പറയുന്ന കുറ്റകൃത്യം ഇങ്ങനെയാണ്. നമ്പർ KSRTC ബസ്സിന് മുൻഭാഗത്തുള്ള സീബ്ര ലൈൻ കുറുകെ പ്രതികൾ സഞ്ചരിച്ച വാഹനം കാർ കയറ്റിയിട്ട് 1 മുതൽ 5 വരെ പ്രതികൾ ബസ്സിൻ്റെ ഡ്രൈവർ സീറ്റിന് സമീപം എത്തി ആവലാതിക്കാരൻ ബസ്സിൽ നിന്നും ഇറങ്ങാൻ ആവശ്യപ്പെട്ടും 2ാം പ്രതി ബസ്സിനുള്ളിൽ അതിക്രമിച്ച് കയറി അവലാതിക്കാരനെയും മറ്റ് ബസ് യാത്രക്കാരെയും അധിക്ഷേപിച്ചും 2ാം പ്രതി അവലാതിക്കാരനോട്
തെറിയാണ്, ഞാൻ വായിക്കുന്നില്ല. മോനെ ഒതുക്കട ബസ് സൈഡിലേക്ക്, നിന്റെ തന്തയുടെ വകയാണോ റോഡ് എന്ന് ആക്രോശിച്ചും വാഹനം യാത്രക്കാരുമായി മുന്നോട്ടെടുക്കാൻ കഴിയാത്ത വിധം 1 മുതൽ 5 വരെ പ്രതികൾ ചേർന്ന് തടഞ്ഞ് അവലാതിക്കാരൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയും ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ബസ്സിലെ CCTV ക്യാമറ DVR യൂണിറ്റിലുള്ള മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞതിലൂടെ തെളിവ് നശിപ്പിക്കാനിടയാക്കിയും 1 മുതൽ 5 വരെ പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിന്ന് പ്രവർത്തിച്ചു മേൽവകുപ്പ് പ്രകാരമുള്ള കുറ്റം ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. IPC 353, 447, 341, 294B, 201, 34 ദ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 177. ഇത്രയധികം വകുപ്പുകളിട്ട് ഇത്രയും ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു അത്ഭുതമാണ്. ഒരു സാധാരണക്കാരനായ ഡ്രൈവർ സാധാരണക്കാരുടെ പ്രതിനിധിയായി നഗരമാതാവിനെതിരെ, നഗരത്തെ നിയന്ത്രിക്കുന്ന ശക്തിക്കെതിരെ, CPIM എന്ന പാർട്ടിക്കെതിരെ, സർക്കാരിനെതിരെ, എന്തിനേറെ ആ ഡ്രൈവറെ സംരക്ഷിക്കേണ്ട KSRTCക്കെതിരെ വരെ നിയമ പോരാട്ടം നടത്തി ഇത്രയും എത്തിച്ചു എന്നത് ഇത് ചെറിയ കാര്യമല്ല. സാധാരണക്കാരൻ അവൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയാൽ എന്തു സാധിക്കും എന്നതിന് തെളിവാണിത്. ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല യേതുവിൻ്റെ പോരാട്ടം. യേതുവിന് വാസ്തവത്തിൽ ഇനി നന്നായി വിശ്രമിക്കാം. തുടർച്ചയായി മേയർ ഇങ്ങനെ വിവാദങ്ങളിൽ ചെന്നുപെടുന്നതും നിസ്സാരമായ കാര്യങ്ങൾ പോലും വലിയ വഷളാക്കി പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്നതും CPMലും അതൃപ്തിക്ക് കാരണമാകുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ അടക്കമുള്ളവർ പരസ്യമായി പിന്തുണച്ചെങ്കിലും മേയറുടെ പോക്കിൽ അതൃപ്തിയാണ് സകലർക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 21ാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ അധികാരമേൽക്കുമ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു CPMന്. യുവാക്കൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പാർട്ടി പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന സ്ഥിതിയിൽ പക്വതയില്ലായ്മയും അഹങ്കാരവും ധാർഷ്ട്യവും പാർട്ടിയുടെ മാനം കെടുത്തിയിരിക്കുന്നു എന്ന് പാർട്ടി തിരിച്ചറിയുന്നു. ആര്യ രാജേന്ദ്രനെ മേയർ പദവിയിൽ നിന്നും ഒഴിവാക്കി പക്വതയുള്ള മറ്റേതെങ്കിലും വനിതാ നേതാക്കളെ ചുമതലയേൽപ്പിക്കാൻ ആലോചന ശക്തമായി. ആര്യയേക്കാൾ യോഗ്യതയുള്ള പല നേതാക്കളും ഈ കോർപ്പറേഷനിൽ CPMൻ്റെ കൗൺസിലർമാരായുണ്ട്. അവരെയൊക്കെ മാറ്റിയായിരുന്നു ചില പ്രത്യേക താല്പര്യപ്രകാരം ആര്യയെ മേയറാക്കിയത്. ഈ വിവാദത്തോടെ ആര്യ സ്വയം കുഴി തോണ്ടിയിരിക്കുകയാണ്. ഏറെ വൈകാതെ ആര്യയ്ക്ക് പദവി ഒഴിയേണ്ടി വരുമെന്നും അവസാനത്തെ 1 വർഷം പുതുമുഖത്തെ പ്രതിഷ്ഠിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അടുത്ത വർഷം ഒടുവിൽ കോർപ്പറേഷനിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPMന് ഈ മുഖം വെച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഒഴിയുന്നതാണ് ഉചിതമെന്നുമുള്ള നിലപാട് പാർട്ടിക്കുള്ളിൽ ശക്തമായിരിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. ചുരുക്കി പറഞ്ഞാൽ വിവാദത്തോടെ മേയറുടെ പദവിയും തെറിച്ചേക്കും എന്ന സാഹചര്യമുണ്ട്. ഒരു വശത്ത് മേയറുടെ പദവി തെറിക്കാനുള്ള സാഹചര്യമെല്ലാം ഒരുങ്ങി, മറുവശത്ത് മേയർ അകത്താവാതിരിക്കാനുള്ള നെട്ടോട്ടത്തിലുമാണ്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതുകൊണ്ട് വേണമെങ്കിൽ ഒരു പോലീസ് ഓഫീസർ വിചാരിച്ചാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ ഒരു പോലീസ് ഓഫീസർക്കും ധൈര്യമില്ല എന്നറിയാം. എന്നാലും ഒരു ഓഫീസർക്ക് അങ്ങനെ തോന്നിയാൽ ആര്യ രാജേന്ദ്രനും ഭർത്താവിനും ജയിലിൽ കഴിയേണ്ടി വരും. അതൊഴിവാക്കാൻ ജാമ്യമെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ മേയറും ഭർത്താവും കുടുംബാംഗങ്ങളും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഒരു കാര്യവുമില്ലാതെ ആര്യ രാജേന്ദ്രൻ്റെ അഹങ്കാരത്തിന് ഇരയായത് അവരുടെ സഹോദരനും സഹോദര ഭാര്യയും അടക്കമുള്ള മറ്റു 3 പേർ കൂടിയാണ്. എന്തായാലും ഒരു സാധാരണക്കാരൻ്റെ പോരാട്ടം വലിയ വിജയം കണ്ടതിൻ്റെ ആഘോഷമായി മാറും യദുവിൻ്റെ ഈ പോരാട്ട കഥ.